ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ രണ്ട് വേറെ ലെവൽ ആപ്ലിക്കേഷൻസ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. രണ്ടാമത്തെ ലൂട്ട് ഓഫർ നിങ്ങൾ മിസ് ചെയ്യരുത്, കാരണം അത് ജസ്റ്റ് ഒരു ഹിഡൻ ഓഫറാണ്. പക്ഷേ അത് ഇൻസ്റ്റൻറ്റ് പേയ്മെൻ്റ് ആണ്, പക്ക ഇൻസ്റ്റൻറ്റ് പേയ്മെൻ്റ് ആണ്. നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ഒരു 10 രൂപയുടെ പ്രോഫിറ്റ് എങ്കിൽ ഏറ്റവും കുറഞ്ഞത് അതിനകത്തുനിന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട്, 5 മിനിറ്റ് വേണ്ട, 5 മിനിറ്റ് മാക്സിമം അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ലൂട്ടും വേറെ ലെവൽ സംഭവം തന്നെയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുന്നതിന് മറക്കരുത്. ആദ്യത്തെ ലൂട്ട് എന്ന് പറയുന്ന ഒരു മിസ് കോൾ അടിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒരു നമ്പർ ഡിസ്ക്രിപ്ഷനിൽ വരും. ആ നമ്പർ നിങ്ങൾ കോപ്പി ചെയ്യുക അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം ഒരു മിസ് കോൾ അടിക്കുക. മിസ് കോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കട്ടായിക്കോളും. ഓക്കെ, കോൾ ഓട്ടോമാറ്റിക്കലി കട്ടാവും. ഈ ഓഫർ നിങ്ങൾ രാവിലെ 10 തൊട്ട് വൈകുന്നേരം 6 മണി വരെ ട്രൈ ചെയ്യാവുള്ളൂ. രാവിലെ 10-ന് മുന്നേ എന്തെങ്കിലും വീഡിയോ പബ്ലിക് ആവും തോന്നുന്നില്ല. ഓക്കെ, വൈകുന്നേരം 6 മണിക്ക് ശേഷം ഈ വീഡിയോ കാണുന്നവർ ഈ ഓഫർ ട്രൈ ചെയ്യരുതെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നാളെ അടുത്ത ദിവസം രാവിലെ 10 മണിക്ക് ശേഷം ട്രൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ആദ്യം നമ്പർ എടുത്ത് നിങ്ങളുടെ കോൺടാക്റ്റ് ഓപ്പൺ ചെയ്ത് അവിടെ കൊണ്ട് നമ്പർ അടിച്ച് കഴിയുമ്പം നിങ്ങൾക്കൊരു SMS വരും. എപ്പോഴും വരണമെന്നില്ല, നിങ്ങൾ ട്രൈ ചെയ്യണം. ലക്കി വിന്നേഴ്സിന് മാത്രമേ SMS വരത്തുള്ളൂ ആക്ച്വലി. അപ്പോൾ 2-3 തവണ നിങ്ങൾ നമ്പർ ഇതുപോലെ മിസ് കോൾ അടിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കോൾ കിട്ടും. എന്നിട്ട് മെസ്സേജ് വരുന്നുണ്ടോ നോക്കുക. വന്നില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു സൈറ്റിൻ്റെ ലിങ്ക് വെച്ചിട്ടുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലൊരു മെസ്സേജ് ആയിരിക്കും വരുന്നത് കേട്ടോ. താങ്ക് യു ഫോർ പാർട്ടിസിപ്പേറ്റിംഗ്. ഇപ്പിയുടെ ഒരു കോൺടെസ്റ്റാണ്. ഇപ്പി അറിയാമല്ലോ, നൂഡിൽസ്, അവരുടെ ഒഫീഷ്യൽ കോൺടെസ്റ്റാണ്. നമുക്ക് കുറച്ച് പ്രൈസ് വിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനൊരു മെസ്സേജ് വന്നില്ലെങ്കിൽ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. പക്ഷേ 2-3 തവണ ട്രൈ ചെയ്യണം, അതിന് ശേഷം ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു യൂസും ഇല്ല. ഓക്കെ, അപ്പം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എവരി മിനിറ്റ് വിൻ എന്നങ്ങാണ്ട് പറയുന്ന ഒരു സൈറ്റാണ്. നിങ്ങൾ ആ ഒരു സൈറ്റിലേക്ക് റീഡയറക്റ്റ് ആയി വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്കാണെങ്കിൽ ആദ്യം തന്നെ സെലക്ട് സ്റ്റേറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ കേരള എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്തിട്ടുണ്ട്, അവരുടെ സജഷനകത്ത് തന്നെ നമ്മുടെ കേരള എന്ന് പറയുന്ന സ്റ്റേറ്റ് ഉണ്ട്. വേറെ സ്റ്റേറ്റ് കൊടുക്കരുത്. ഓക്കെ, അപ്പോൾ കേരള കൊടുത്തതിന് ശേഷം നിങ്ങൾ ഗോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. കാരണം കേരളത്തിൽ നിന്ന് കുറച്ച് ആൾക്കാർ ട്രൈ ചെയ്യത്തുള്ളൂ, കോമ്പറ്റീഷൻ കുറവാണ്. അപ്പോൾ നമുക്ക് വിൻ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതിനുശേഷം ബാച്ച് കോഡിൻ്റെ ഒരു ഓപ്ഷൻ കാണും. അപ്പോൾ ഈ ബാച്ച് കോഡ് എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു 5-6 ബാച്ച് കോഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ചിലപ്പോൾ ഒരു തവണ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഒരു 6 എണ്ണം ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക. ഇപ്പോൾ ഞാൻ ഒരെണ്ണം കോപ്പി ചെയ്ത് ഞാൻ ജസ്റ്റ് അവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുവാണ്. പേസ്റ്റ് ചെയ്യുമ്പോൾ ഇൻവാലിഡ് ബാച്ച് കോഡ് എന്ന് കാണിച്ചാൽ നിങ്ങൾ മറ്റേ ടൈപ്പ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ടോട്ടൽ 6 എണ്ണം ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും കാണിച്ച് ഇൻവാലിഡ് എന്ന് കാണിച്ചാൽ മാത്രമേ മറ്റേ ടൈപ്പ് ചെയ്യാവൂ. ഓക്കെ, ഇപ്പോൾ എൻ്റെ വാലിഡായി, ഒരു കോഡ് കൊടുത്തപ്പോൾ അത് വാലിഡായി. അപ്പോൾ ഓക്കെ, താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് വന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഇനി എന്ത് സാധനം ഇതിനകത്തുനിന്ന് റെഡീം ചെയ്യേണ്ട നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, നിങ്ങൾക്ക് 30 രൂപയുടെ റീചാർജ് വേണോ, അത് 35 രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് വൗച്ചർ വേണോ, 35 രൂപയുടെ Paytm ക്യാഷ് വേണോ, ഇതിലേത് വേണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാനാണെങ്കിൽ ലാസ്റ്റ് ടൈം ചെയ്തപ്പോൾ ആമസോണിൻ്റെ ഗിഫ്റ്റ് കാർഡായിരുന്നു അപ്ലൈ ചെയ്ത 35 രൂപയുടെ, അതെനിക്ക് കിട്ടി. ഇപ്പം ഞാൻ കൊടുക്കുന്നത് Paytmൻ്റെ ക്യാഷ് ബാക്കാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ Paytm ക്യാഷ് ബാക്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ ഒരു ധോണിയുടെ ടീഷർട്ട് ഉണ്ട്, ധോണിയുടെ സൈൻ ചെയ്ത ജേഴ്സി, അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ബൈസൈക്കിൾ സെലക്ട് ചെയ്യുക. പിന്നെ പോർട്ടബിൾ സ്പീക്കർ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആമസോൺ ഗിഫ്റ്റ് കാർഡാണ് വേണമെങ്കിൽ ആമസോൺ ഗിഫ്റ്റ് കാർഡ് സെലക്ട് ചെയ്യുക. അതിന് ശേഷം ഈ സൈഡിൽ കാണുന്ന 3 എണ്ണം സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് റീചാർജ് വേണമെങ്കിൽ റീചാർജ് സെലക്ട് ചെയ്യുക, എന്നിട്ട് സൈഡിൽ കാണുന്ന 3 എണ്ണം സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് Paytm ക്യാഷ് ആണ് വേണമെങ്കിൽ Paytm ക്യാഷിന് 35 രൂപയുടെ ക്യാഷ് ബാക്ക് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബാക്കി 3 എണ്ണം സെലക്ട് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ മാത്രമേ നിങ്ങൾ സെലക്ട് ചെയ്യുള്ളൂ. Paytm ക്യാഷ് വേണ്ടവർ Paytm ക്യാഷും പിന്നെ മറ്റേ 3 സാധനങ്ങൾ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ Paytm ക്യാഷ് ആണ് അതിനകത്ത് ഏറ്റവും സിമ്പിൾ അവർക്ക് തരാം. അപ്പോൾ അതുകൊണ്ട് അതേ തരത്തുള്ളൂ, ബാക്കി തരത്തില്ല. ഓക്കെ, മനസ്സിലായി ലോജിക്ക്. അപ്പോൾ നിങ്ങളാണെങ്കിൽ അതിന് ശേഷം അവരൊരു ചെറിയ സ്ലോഗൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കും. സ്ലോഗൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ടു ടേസ്റ്റി. ഓക്കെ, ഇറ്റ്സ് ടു ടേസ്റ്റി. അത് നിങ്ങൾ അങ്ങോട്ട് അടിച്ചു കൊടുക്കുക. അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഗോ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പം ഓക്കെ, അത് വാലിഡ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ അടുത്ത് നെയിം ചോദിക്കും. നെയിം ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ നെയിമിനകത്ത് 2 വേർഡ്സ് ഉണ്ടെങ്കിൽ സ്പേസ് വിട്ടിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ അടുത്ത് നമ്പർ ചോദിക്കും. നമ്പറിൻ്റെ അവിടെ നിങ്ങൾ Paytm ക്യാഷ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ Paytm നമ്പർ കൊടുക്കുക. ഇനി നിങ്ങൾ ആമസോൺ ഗിഫ്റ്റ് വൗച്ചറൊക്കെ അപ്ലൈ ചെയ്തെങ്കിൽ എന്തെങ്കിലും നമ്പർ കൊടുത്താൽ മതി. നമ്പർ കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒക്കെ എഴുതി കാണിക്കുക, അവരുടെ സക്സസ്ഫുള്ളി നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത 7 ദിവസം ജസ്റ്റ് മെസ്സേജ് ഒന്ന് ചെക്ക് ചെയ്യുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കാണെങ്കിൽ ഇങ്ങോട്ടൊരു മെസ്സേജ് അവരുടെ കമ്പനിയിൽ നിന്ന് വരുന്നത് ഇതുപോലെ. ഇതിനകത്തൊരു റിവാർഡ് കോഡ് കാണും. ഇതവിടെ എഴുതിയിട്ടുണ്ട്, ടു റെഡീം പ്ലീസ് യൂസ് കോഡ് JXCCY എഴുതിക്കുന്നുണ്ടോ, അതൊരു റിവാർഡ് കോഡാണ്. അതിൻ്റെ കൂടെ നിങ്ങൾക്കൊരു ലിങ്കും കാണും. ഓക്കെ, ഈ റിവാർഡ് കോഡ് അത്യാവശ്യ സാധനമാണ്. ആ റിവാർഡ് കോഡ് അവരുടെ കയ്യിൽ നിന്നേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇങ്ങനൊരു മെസ്സേജ് വന്നാൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഈ ഒരു മെസ്സേജ് ലക്കി വിന്നേഴ്സിന് മാത്രമേ കിട്ടത്തുള്ളൂ. പക്ഷേ ഇപ്പം ട്രൈ ചെയ്യുന്ന 90% ആൾക്കാർക്ക് ഇവർക്ക് കോഡ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് വിന്നർ ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ എല്ലാവരുടെ അടുത്തും പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ റിവാർഡ് കോഡ് അവർ തരുന്ന കോഡ് നിങ്ങളിവിടെ പേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ ഡീറ്റെയിൽസ് ഇമെയിൽ ID കൊടുക്കുന്നു. ഫോൺ നമ്പറിലേക്ക് OTP വരുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഗിഫ്റ്റ് വൗച്ചർ ആണെങ്കിൽ ഗിഫ്റ്റ്
വൗച്ചർ സെലക്ട് ചെയ്ത് കൊടുത്ത് ഐ ആം നോട്ട് എ റോബോട്ടിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നു. ഇനി നിങ്ങളുടെ Paytm ക്യാഷ് ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആദ്യം കൊടുക്കുന്ന Paytm നമ്പറിൽ തന്നെ അവർ 48 hours സെൻഡ് ചെയ്ത് തരും. ഇനി നിങ്ങൾ ആമസോൺ ഗിഫ്റ്റ് വൗച്ചർ കൊടുക്കുന്ന നിങ്ങളിവിടെ ഇമെയിൽ ID കൊടുക്കുന്നുണ്ടല്ലോ, ആ ഇമെയിൽ IDയിൽ നിങ്ങൾക്ക് ഒരു മെയിൽ വരുന്നതാണ്. അതിനകത്ത് ഗിഫ്റ്റ് വൗച്ചർ വേണം, അത് നിങ്ങളങ്ങ് റിഡീം ചെയ്താൽ മതി എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത്. ഓക്കെ, റീചാർജ് ആണെങ്കിൽ അവർ ചെയ്ത് തരുമായിരിക്കും. റീചാർജ് ചെയ്യാൻ അതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. ഇത് രണ്ടും മാത്രം ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളൂ. Paytm ക്യാഷ് ആണ് ഏറ്റവും നല്ലത്. നിങ്ങളുടെ Paytmലേക്ക് 48 hours അവർ ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് കുറച്ച് ദിവസത്തെ സ്റ്റെപ്പാണ്. നിങ്ങളിപ്പോൾ ഇന്ന് ഫോൺ ചെയ്തതിന് ശേഷം സൈറ്റിൽ പോവുക, കാര്യങ്ങൾ ഡീറ്റെയിൽസ് കൊടുത്ത് നിങ്ങൾ ആ ഒരു കോൺടെസ്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം 7 ദിവസത്തിനുള്ളിൽ മെസ്സേജ് വരും. 7 ദിവസം കഴിഞ്ഞ് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിന്നറാണെങ്കിൽ മെസ്സേജ് വരും. എന്നിട്ട് നിങ്ങൾ റിവാർഡ് കോഡ് എൻ്റർ ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ പ്രൈസ് ക്ലെയിം ചെയ്യുക. 48 hours നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ലൂട്ട് നമ്പർ 2ലേക്ക് പോകാം. ലൂട്ട് നമ്പർ 2ൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഇൻ്റർഫേസ് ആണ് വരുന്നത്. skillclash.com എന്നാണ് ഈ ഒരു സൈറ്റിൻ്റെ പേര്. ഈ ഒരു സൈറ്റിൽ ചില ആൾക്കാർ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഓൾഡ് യൂസറിന് ഈ ഒരു ഓഫർ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ഓക്കെ, അതുകൊണ്ട് ഓൾഡ് യൂസേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ഇതിൻ്റെ വീഡിയോ ഇതുവരെ ചെയ്തില്ല. നിങ്ങൾ വേറെ എവിടെയെങ്കിലും വീഡിയോ കണ്ടിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓഫർ ഉണ്ടാകത്തില്ല. അപ്പോൾ ഇപ്പം ഇതിനകത്തൊരു അടിപൊളി സംഭവം വന്നിട്ടുണ്ട്. ന്യൂ യൂസേഴ്സ് ആയിരിക്കും അതുകൊണ്ട് കൂടുതൽ. ന്യൂ യൂസേഴ്സ് അതിനകത്ത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ Paytm നമ്പർ തന്നെ കൊടുക്കുക. Paytm നമ്പർ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇവരുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറയും. ആപ്ലിക്കേഷൻ നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക, പക്ഷേ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ട. ഓക്കെ, ജസ്റ്റ് ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി, ഓപ്പൺ ചെയ്യേണ്ട. സൈറ്റിൽ മാത്രമേ വർക്ക് ചെയ്യാവുള്ളൂ. സൈറ്റിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്കാണെങ്കിൽ ടിക്ടാക്ടോ എന്ന് പറയുന്നൊരു ഗെയിം കാണാം. അതിൻ്റെ തൊട്ട് താഴെ പ്ലേ ഫോർ ഫ്രീ എന്ന് എഴുതുക. ഈ ഒരു ബാനർ ഓൾഡ് യൂസേഴ്സിന് ഉണ്ടാവില്ല, ന്യൂ യൂസേഴ്സിന് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ബാനറിൽ പ്ലേ ഫോർ ഫ്രീ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഗെയിം ലോഡായി വരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഗെയിമാണ്. ഈ ഗെയിം നിങ്ങൾ എത്ര തവണ തോറ്റാലും സീനില്ല. ഓക്കെ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ 100 തവണ ഈ ഗെയിം കളിച്ചു, അതിൽ 99 തവണ തോറ്റു, 100ാമത്തെ തവണയാണ് നിങ്ങൾ ജയിക്കുന്നതെങ്കിലും ഒരു സീനില്ല, പൈസ കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഗെയിം അത്യാവശ്യം നന്നായിട്ട് കളിക്കാൻ അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഞാൻ 3 തവണ കളിച്ച് ആ 3 തവണ ഞാൻ വിൻ ചെയ്തു. ഞാൻ ഓൾറെഡി റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സിമ്പിൾ ഗെയിമാണ്. ഓരോ തവണ നിങ്ങൾ വിൻ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഓരോ രൂപ വെച്ച് കിട്ടും. ഒരു രൂപ വെച്ച് കിട്ടും. ഈ ഒരു ബാനർ നിങ്ങൾക്ക് 3 ഗെയിം വിൻ ചെയ്യുന്നവരെ ഇതിനകത്ത് ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ 3 ഗെയിം നിങ്ങൾക്ക് ടോട്ടൽ വിൻ ചെയ്യാം, എത്ര തവണ വേണമെങ്കിലും കളിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ 100 തവണ വേണമെങ്കിൽ നിങ്ങൾക്ക് 100 തവണയും കളിക്കാം. അതിനകത്ത് 3 തവണ നിങ്ങൾ വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബാനർ അവിടെ നിന്ന് റിമൂവ് ചെയ്യും. അപ്പോൾ ഓരോ തവണ വിൻ ചെയ്യുമ്പോഴും ഓരോ രൂപ വെച്ച് കിട്ടും. അപ്പോൾ 3 രൂപ നിങ്ങൾക്ക് ടോട്ടൽ കിട്ടും. ആ 3 രൂപ വിഡ്രോ അടിക്കാം. അപ്പോൾ 3 രൂപയാണോ വലിയ എമൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 രൂപ വലിയ എമൗണ്ട് അല്ല, പക്ഷേ നിങ്ങൾക്ക് ഇതിനകത്ത് സൈൻ ബോണസായിട്ട് വേറെ 10 രൂപ കൂടെ കിട്ടുന്നുണ്ട്. ആ 10 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് 3 രൂപയുടെ 2 രൂപയുടെയും വേറെ മാച്ചുകളിലും ജോയിൻ ചെയ്യാം. അതിന് എൻട്രി ഫീസ് ഉണ്ട്, അത് നമ്മുടെ ഈ കിട്ടുന്ന ബോണസ് തന്നെ കൊടുത്ത് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്ത് അതിനകത്ത് നിങ്ങൾക്ക് ഗെയിം പ്ലേ കളിക്കുക. ഇപ്പോൾ 2 രൂപയുടെ മാച്ചിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്താൽ 3 രൂപ നിങ്ങൾക്ക് വിന്നിങ് വരും. അതുപോലെ 5 രൂപയുടെ മാച്ചിനകത്ത് ജോയിൻ ചെയ്താൽ 7 രൂപ 8 രൂപ അല്ലെങ്കിൽ 10 രൂപ നിങ്ങൾക്ക് വിന്നിങ് വരും. അപ്പോൾ അത്രയും പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, ഇതിനകത്ത് ഓൾറെഡി ഉള്ള ഗെയിമാണ്. ഗെയിം ഇത് തന്നെയാണ്. എത്ര തവണ ആണെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കളിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ വിൻ ചെയ്യാതെ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, എന്നാൽ മാത്രമേ, കാരണം വിന്നായി കഴിഞ്ഞാൽ 3 തവണ വിന്നായി കഴിഞ്ഞാൽ ബാനർ അവിടെ നിന്ന് റിമൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സംഭവം. സിമ്പിൾ ഗെയിമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ നിങ്ങൾ കളിക്കുക. അതിനുശേഷം ആദ്യം നിങ്ങൾ ഈ ബാനർ റിമൂവ് ആകുന്നവരെ കളിക്കുക. ചിലപ്പോൾ ഒരു ബഗ്ഗുണ്ട്, 4-5 തവണ ഈ ബാനർ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പ്ലേ ഫോർ ഫ്രീയിൽ ക്ലിക്ക് ചെയ്യുന്നു, അതിനുശേഷം കളിക്കുന്നു, വിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്യാഷ് വാലറ്റിൽ ആഡ് ആയിക്കൊണ്ടിരിക്കും. ആഡ് ആവുന്ന ക്യാഷെല്ലാം നിങ്ങൾക്ക് വിഡ്രോ അടിക്കാം. ബാക്കി വരുന്ന 10 റുപ്പീസ് സൈൻ ബോണസ് ആയിട്ട് കിട്ടും. ആ പൈസ നിങ്ങൾക്ക് വിഡ്രോ അടിക്കാൻ പറ്റില്ല, പക്ഷേ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഗെയിം പ്ലേ കളിക്കാം. ഗെയിം പ്ലേ കളിച്ച് വിൻ ചെയ്യുന്ന പൈസ നിങ്ങൾക്ക് വിഡ്രോ അടിക്കാം. 2 രൂപയുടെ മാച്ച് ജോയിൻ ചെയ്ത് 3 രൂപ വിന്നിങ്ങിൽ വന്നാൽ 3 രൂപ മൊത്തത്തിൽ നിങ്ങൾക്ക് വിഡ്രോ അടിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ കുറച്ച് ഗെയിംസ് അവൈലബിൾ ആണ്. താഴോട്ട് സ്ക്രോൾ ചെയ്താൽ വീണ്ടും ടിക്ടാക്ടോവിൻ്റെ ഒരു ഓപ്ഷൻ കാണാം. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളവിടെ നോക്കിയാൽ കാണാം 2 രൂപയുടെ എൻട്രി ഫീസ് 3 രൂപ നിങ്ങൾക്ക് വിന്നിങ് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക, മാച്ചിൽ ജോയിൻ ചെയ്യുക. വേറെ ഒരുപാട് മാച്ച് താഴോട്ടുണ്ട്, വേറെ ഒരുപാട് ഗെയിംസും ഉണ്ട്. നിങ്ങൾക്ക് ഏത് ഗെയിമിൽ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഫ്രീ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കാം ഗെയിം. ഇപ്പോൾ ഞാൻ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് വാലിഡിറ്റി ക്ലിക്ക് ചെയ്യുന്ന നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാനിപ്പോൾ 3 ഗെയിമേ കളിച്ചുള്ളൂ. 3 ഗെയിം കളിക്കാൻ എനിക്ക് ഏകദേശം 2 മിനിറ്റ് ടൈം എടുത്തുള്ളൂ. ഈ 3 രൂപ വിന്നിങ്ങിൽ വന്നു, പക്ക ഇൻസ്റ്റൻറ്റ് പേയ്മെൻ്റ് ആണ്. താഴെ നോക്കിയിട്ടുണ്ടെങ്കിൽ 10 രൂപ എൻ്റെ ഡിപ്പോസിറ്റ് വാലറ്റിലുണ്ട്. അതുപയോഗിച്ച് എനിക്ക് ഗെയിം കളിക്കണം, അതിനുശേഷം മാറ്റണം. ഇപ്പം ഞാൻ തൽക്കാലം അതവിടെ വെച്ചേക്കുവാണ്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ അത് ഉപയോഗിച്ചും കളിക്കാം. ഡെയിലി നിങ്ങൾക്ക് 1, 2, 3 തവണ വിഡ്രോ അടിക്കാം, അതുകൊണ്ട് സീനില്ല. ഇപ്പോൾ ഞാൻ Paytm വാലറ്റ് ഓപ്പൺ ചെയ്യുന്നു. Paytm വാലറ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് അവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം 2485 രൂപ ഇപ്പോൾ ഉണ്ട്. Paytm
വാലറ്റിലെ ലേറ്റസ്റ്റ് ട്രാൻസാക്ഷൻ നോക്കിയാൽ അത് ഇന്നലത്തെയാണ്. അപ്പോൾ ഇന്ന് ട്രാൻസാക്ഷൻ ഒന്നും നടന്നിട്ടില്ല. നമുക്ക് നേരെ ആപ്ലിക്കേഷനകത്തേക്ക് പോകാം. Paytm സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് UPI വഴിയും വിഡ്രോ അടിക്കാം. പക്ഷേ UPI വഴി വിഡ്രോ അടിക്കാൻ മിനിമം വിഡ്രോ 50 രൂപയാണ്. Paytm വഴി വിഡ്രോ അടിക്കാൻ മിനിമം വിഡ്രോ 1 രൂപയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ വരിക. Paytm നമ്പറൊക്കെ ഓൾറെഡി അവിടെ കാണാം. നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് Paytm നമ്പർ വെച്ച് വേണം. അതിനുശേഷം നിങ്ങൾ 3 rupees എൻ്റർ ചെയ്യുന്നു. വിഡ്രോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ലോഡ് ആവുന്നതിന് ശേഷം വിഡ്രോവൽ സക്സസ്ഫുൾ. നമുക്ക് നേരെ Paytm ഓപ്പൺ ചെയ്യാം. Paytm ഓപ്പൺ ചെയ്ത് നോക്കാം. 2485. ഓക്കെ, ബാക്ക് അടിച്ചു. വീണ്ടും ഒന്നുകൂടെ പാസ്ബുക്കിൽ ക്ലിക്ക് ചെയ്തു. ലോഡായി വന്നിട്ടുണ്ട്. നമുക്ക് ലേറ്റസ്റ്റ് ട്രാൻസാക്ഷൻ നോക്കാം. 3 rupees വന്നിട്ടുണ്ട്, റിസീവ്ഡ് ആയിട്ടുണ്ട്. സ്കിൽ ക്ലാഷ് എന്നവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റൻറ്റ് പേയ്മെൻ്റ് ആണ്. നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ആ ഒരു സൈന ബോണസ് ഉപയോഗിച്ച് കളിക്കാം. പക്ഷേ നിങ്ങൾക്ക് ഒരു Paytmലോട്ടോ ഒരു അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ അടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 1-2 Paytm അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഇതേപോലെ തന്നെ ആ ബാനർ പോകുന്നവരെ നിങ്ങൾ ഗെയിം പ്ലേ കളിക്കുക. ബാക്കി 10 rupees സൈന ബോണസ് വെച്ചും ഗെയിം പ്ലേ കളിക്കുക, വിഡ്രോ അടിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് അടിക്കുന്നവരും മറക്കരുത്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ആപ്ലിക്കേഷൻ ഇട്ടാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.